അടുത്തെല്ലാം പെരുമാറി ഒരു കുടുംബം പോലെ ഇവിടുത്തെ മാനേജ്മെൻ്റ് ഒന്നും നോക്കാതെ എല്ലാവരുമായിട്ട് നല്ലൊരു രീതിയിൽ പെരുമാറുകയും കാര്യങ്ങൾ ലൈബ്രറിയിലെ എല്ലാവരും എത്തിക്കാൻ വേണ്ടി എല്ലാ വീടുകളിലും കയറി ഓടി നടന്ന് പ്രവർത്തിക്കുകയും ഒരു മാതൃകമായ ഒരു ലൈബ്രറി പ്രവർത്തനമാണ് നീതുമോൾ ഇവിടെ നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ കുട്ടിക്ക് കൂടുതൽ ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ജോലി കിട്ടിയപ്പോഴാണ് ഈ ലൈബ്രറിയിൽ നിന്ന് ഒഴിഞ്ഞു പോവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയത്. അതും നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു മാസം കൂടി നീട്ടിപ്പിടിച്ചുകൊണ്ട് പുതിയ ലൈബ്രറിയെക്കുറിച്ചും ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ലൈബ്രറിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. എന്തായാലും 1-ാം തീയതി മുതൽ ഈ ലൈബ്രറിയിൽ പുതിയ ലൈബ്രറിയിൽ വന്നിട്ട് നീതുവിനെ പോലെ തന്നെ ആ കുട്ടിയും അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് നന്നായി പ്രവർത്തിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമ്മളിലുണ്ട്. ആ വിശ്വാസം പൂർണ്ണമായി നടപ്പിലാക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാവർക്കും സുപരിചിതനായ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കൂടിയായ ശ്രീ കെ രാമചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സ്വാഗതം പറഞ്ഞ വായനശാല സെക്രട്ടറി നജീബ്, ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ നീതു, പുതിയ ലൈബ്രറിയിലായി ചാർജെടുത്തിട്ടുള്ള ഐശ്വര്യ, വായനശാല ഭാരവാഹിയുടെ സ്നേഹമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ മട്ടിലായി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ വായനശാലയെ സംബന്ധിച്ചിടത്തോളം. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഉള്ള നീതുവിൻ്റെ വിടവാങ്ങലും പുതിയ ലൈബ്രറിയുടെ ചാർജലും 2015 താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഞാനിവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയല്ല ഇത് വായനശാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ. അന്നത്തെ ലൈബ്രറിയൻ പ്രായമായ ഒരാളായിരുന്നു. അവരെ പലപ്പോഴും വായനശാലയുമായി ലൈബ്രറിയൻ എല്ലാ വർക്കും ചെയ്യുമെങ്കിലും ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അവർ സ്വമേധയാ ഒഴിഞ്ഞു പോവുകയും അങ്ങനെ നീതു ആ സ്ഥാനത്തേക്ക് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. എന്നെപ്പോലെ തന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ ലൈബ്രറിയുടെ ഒരു ലൈബ്രറിയൻ എന്ന ചുമതല മാത്രമല്ല നീതു വഹിച്ചിരുന്നത്. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കൂടി വഹിച്ചുകൊണ്ട് സാമൂഹ്യ രംഗത്തും അതുപോലെ ലൈബ്രറി രംഗത്തും ഒരേപോലെ മുന്നോട്ട് പോകാൻ താലൂക്കിലെ 10 ലൈബ്രറിയന്മാരെ സംബന്ധിച്ച് ഏതവസരത്തിൽ വിളിച്ചാലും താലൂക്കിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ സന്മനസ്സുള്ള ലൈബ്രറിയന്മാരുടെ പട്ടികയിൽ ഒരു സ്ഥാനം ഉള്ള ആളുകൂടിയായിരുന്നു നീതു എന്ന് പറയാൻ ഈ അവസരത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ താലൂക്കിൻ്റെ പരിപാടിയെ സഹായിക്കാൻ, വായനശാലയിൽ ഉള്ള കുറവുകൾ പരിഹരിക്കാൻ, വായനശാലയിൽ മറ്റ് ആളുകളെ എത്തിക്കാൻ, ദൈനംദിന പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനൊക്കെ തന്നെ വളരെ ശുഷ്കാന്തിയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് വായനശാലയെ സംബന്ധിച്ച് ലൈബ്രറിയൻ വായനശാല പ്രവർത്തനത്തിൻ്റെ ജീവനാഡിയാണ് നമുക്ക് കുറച്ച് സമയക്കാലത്തേക്കെങ്കിലും നഷ്ടപ്പെടുന്നത്. ആ കുറവ് നികത്താൻ പുതിയ ലൈബ്രറിയന് നീതുവിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ സഹായങ്ങൾ
നീതുവിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നീതുവിനെ പോലെയുള്ള ലൈബ്രറിയായി ഐശ്വര്യയും മാറ്റുന്നതിന് അങ്ങനെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും എന്നാണ് ഒരു ലൈബ്രറി പ്രവർത്തനത്തിന്റെ വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ വലിയ ഉത്തരവാദിത്വമാണ് ലൈബ്രറികളെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇത് തുടർന്ന് പോകണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ, തുച്ഛമായ ഒരു വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലൈബ്രറി രംഗത്ത് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ വരുമ്പോൾ ഒരു 600 രൂപ എന്ന രീതിയിലുണ്ടായിരുന്ന ആ അലവൻസ് ഇന്ന് 4000 ചില രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിലും അതും ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വേതനമായി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലൈബ്രറി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, ഗ്രന്ഥശാല പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട് ടൈം സ്വീപ്പറുടെ ശമ്പളമെങ്കിലും ലഭിക്കത്തക്ക രീതിയിൽ സ്ഥിരം ശമ്പളക്കാരായി ലൈബ്രറിയന്മാരെ മാറ്റണമെന്ന കാഴ്ചപ്പാട് കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ലൈബ്രറി കൗൺസിൽ. ആ ലൈബ്രറി കൗൺസിലിന്റെ ആഗ്രഹം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഗവൺമെന്റ് അതിനോട് എല്ലാ തരത്തിലും യോജിപ്പാണ്. സാമ്പത്തിക പരാധീനതകൾ ഉള്ളിലും നമ്മുടെ അലവൻസൊക്കെ തന്നെ നൽകുന്നതിന് ശുഷ്കാന്തി കാണിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അത്തരം ഒരു നിലയിലേക്ക് ലൈബ്രറി പ്രസ്ഥാനം ഉയരുമെന്നാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. എന്നാണെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു രീതിയിലേക്കാണ് വരും ദിവസങ്ങളിൽ നമ്മൾ പോകുന്നത്. 13-ാം തീയതി സംസ്ഥാന തലത്തിൽ അതിന്റെ ഉദ്ഘാടനം പരിശീലന പരിപാടി ആരംഭിക്കുകയാണ്. താലൂക്ക് തലത്തിൽ നിന്ന് ഒരാളും ജില്ലാ തലത്തിൽ നിന്ന് ഒരാളും പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള പരിശീലനത്തിന് ശേഷം നമ്മുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26, 27, 28 തീയതികളിലായി എല്ലാ വായനശാലകളിലും അക്ഷര കരോൾ നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ലൈബ്രറി കൗൺസിൽ. മറ്റൊന്നുകൊണ്ടല്ല, നമ്മളൊക്കെ തന്നെ ഇന്ത്യയായി ഈ രാജ്യമായി നിലനിൽക്കുന്നത് മഹാനായ അംബേദ്കറുടെ ഭരണഘടന, ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ആ തത്വ സംഹിതയുടെ ബലത്തിലാണ് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടനയെ പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കാത്ത രീതിയിൽ അതിൽ ചില വാചകങ്ങളും ചില നിയമങ്ങളും ഒക്കെ തന്നെ മാറ്റിമറിക്കപ്പെടുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളും മതേതരത്വവും അതുപോലെ തന്നെ മതനിരപേക്ഷതയും ഒക്കെ തന്നെ നിലനിർത്താനുള്ള ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള വലിയ ഉത്തരവാദിത്വം ഇന്ത്യയിലെ പൗരന്മാർക്ക് അത്തരം ഒരു നേർവഴിയിലൊക്കെ രാജ്യത്തെ ഭരണാധികാരികളെ നയിക്കുന്ന ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിലിലെ പ്രവർത്തകർക്കുണ്ട്, ഗ്രന്ഥശാല പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലൈബ്രറി കൗൺസിൽ ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാം ഈ അക്ഷര കരോൾ ആരംഭിക്കുക, അങ്ങനെ റിപ്പബ്ലിക്കിന്റെ സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ വായനശാല വീടുകളിൽ പോയി ഈ കരോൾ കുട്ടികളെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിൽ ബാലവേദികൾ, ചെറിയ പ്രവർത്തനം നടത്തുന്ന വായനശാലകളിൽ ഈ പരിപാടിയോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാലവേദികളെ സംഘടിപ്പിക്കുക. വനിതാ രംഗത്തെ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ തന്നെ ചവിട്ടിമതിക്കപ്പെടുന്ന തൊഴിലുറപ്പ് പോലെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള നടപടികൾ നടക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ വനിതകളടക്കമുള്ള അത്തരം ആളുകളെ അടക്കം സംഘടിപ്പിക്കാൻ ബാധ്യസ്ഥമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ലൈബ്രറി കൗൺസിൽ അവരെ നല്ലവണ്ണം വനിതാ രീതിയിൽ പങ്കെടുപ്പിക്കാൻ, നമ്മുടെ പ്രായമായ ആളുകളെ പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അവരെ ഒന്ന് വന്നിരിക്കാൻ, പരസ്പരം സംസാരിക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ, അങ്ങനെ തങ്ങളുടെ മനസ്സുകൾക്ക് അസുഖമുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും വാർദ്ധക്യ സഹജമായ മറ്റെല്ലാ അസ്ഥിതകളും ഉണ്ടെങ്കിലും ഒന്ന് സന്തോഷിക്കുന്നുള്ള അവസരം ഉണ്ടാക്കുന്ന ലൈബ്രറികളെ സംബന്ധിച്ച് അവരുടെ വേദികൾ ഇന്നത്തെ അത്യന്താപേക്ഷിതമാണ്. അത്തരം വേദികൾ സംഘടിപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ ഇന്ന് വായനയോടും അതുപോലെ തന്നെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടും രാഷ്ട്രീയത്തോടും ഒക്കെ തന്നെ അരാഷ്ട്രീയവാദികളായി മാറുന്ന രീതിയിലുള്ള പ്രവണത അല്പമെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവാക്കളെ പ്രധാനമായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ, ലഹരിയുമായി ബന്ധപ്പെട്ട്
മറ്റ് നിരവധി തെറ്റായ മാർഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ യുവതാ വേദികൾ നമ്മുടെ വായനശാലകളിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടെ തന്നെ പരിഹരിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് കൂടി ഈ പരിപാടി നമുക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാൻ, കൂടുതൽ കൂടുതൽ ആളുകൾ ഈ വായനശാലയുമായി ബന്ധപ്പെടാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു അത്താണിയായി, ഒരു പൊതുയിടമായി വായനശാലയെ മാറ്റണമെന്ന ലൈബ്രറി കൗൺസിലിന്റെ കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ ശാശ്വതമായി പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് പ്ലാൻ ചെയ്യാൻ ഈ 26 റിപ്പബ്ലിക് ദിനം അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങൾ നമുക്ക് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലും മൂന്നാമത്തെ ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, ചിത്രരചനാ മത്സരങ്ങൾ, വിവിധ കലാ മത്സരങ്ങൾ, അതുപോലെ തന്നെ സദസ്സുകൾ ഇതൊക്കെ തന്നെ സംഘടിപ്പിക്കണം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ സാമ്പത്തികമായ ചെലവുകൾ വരും. അതേ ചെലവുകൾക്ക് ഒരു ചെറിയ സഹായം ഗ്രന്ഥശാല സംഘം നൽകും. അത് 3000 രൂപ ഈ പരിപാടിക്ക് എല്ലാം കൂടി നൽകും. 10000 രൂപയോളം ചെലവ് വരുന്ന ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ സഹകരണം കൂടി നമുക്ക് ആവശ്യമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഓരോ വായനശാലയും സംഭാവന വിരിച്ചുകൊണ്ട് വായനശാലയുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ, അങ്ങനെ 10000 രൂപയുടെ പ്രവർത്തന കഴിഞ്ഞതിന് ശേഷം അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കുന്നവർക്ക് ലൈബ്രറി കൗൺസിൽ വിഹിതം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പദ്ധതിക്കാണ് ഇന്ന് ലൈബ്രറി കൗൺസിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ പരിപാടി നമ്മുടെ വായനശാലയിൽ പരിപൂർണമായി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ നീതിവിന്റെ സാന്നിധ്യവും അതുപോലും ഏൽക്കാത്ത രീതിയിൽ കമ്മിറ്റിയും പുതിയ ലൈബ്രറിയും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് കൂടി അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉള്ളത് കൊണ്ടാണ് സമയം വൈകിയത്. അവര് വന്നിട്ട് വേണ്ടെങ്കിൽ പോരാൻ. അതിന്റെ ഭാഗമായി 36 മിനിറ്റ് ഇവിടെ എത്തുന്നതിന് താമസിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് വരുംകാല പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ എല്ലാവിധത്തിലുള്ള ആശീർവാദവും അഭ്യർത്ഥനവും സഹായവും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നീണ്ടു വരുമ്പോൾ പെട്ടെന്ന് ലൈബ്രറി കൗൺസിൽ ഈ ഗ്രേഡിനെ സംബന്ധിച്ച് വലിയ മാറ്റത്തിന് വിധേയമാവുകയാണ്. ആദ്യം നിലനിന്നിരുന്ന ഗ്രേഡുകൾ, ആ ഗ്രേഡുകളാണ് തുടർന്നിരുന്നതെങ്കിൽ ഗ്രേഡ് സംബന്ധിച്ച് പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി മാനദണ്ഡമാക്കി ഗ്രേഡ് നിശ്ചയിക്കുന്ന രീതിയിലേക്ക് വന്നു. അതിന്റെ ഭാഗമായി പഴയ ഗ്രേഡിൽ നിന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും വേണ്ടത് മുന്നോട്ട് കൊണ്ടുവരുവാനും ഇനിയും കൂടുതൽ മുന്നോട്ട് പോയി നല്ല ലൈബ്രറിയായി ഇന്ന് നല്ല ലൈബ്രറിയായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട താലൂക്കിലെ കൂടുതൽ മെച്ചപ്പെട്ട ലൈബ്രറിയായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നിരവധി പരിപാടികളാണ് ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ അടുത്ത അവസരത്തിലാണ് നമ്മുടെ കലോത്സവം, അക്ഷരോത്സവം നടന്നത്. UP ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള മത്സരങ്ങൾ, കുട്ടികളെ അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള മത്സരങ്ങൾ, നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വിവിധ തരത്തിലുള്ള വായനാ മത്സരങ്ങൾ, പുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ, ഇന്ന് വായന കൂടുതൽ വ്യാപകമാക്കാൻ മറ്റൊരു ബൃഹത്ത് പരിപാടി കൂടി ലൈബ്രറി കൗൺസിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വായന വസന്തമാണ്. വീടുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. റെസിഡൻഷ്യൽ കോളനികള്, അതുപോലെയുള്ള വലിയ കെട്ടിടങ്ങൾ, നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകള്, ഇവിടെയൊക്കെ തന്നെയുള്ള ആളുകൾ, പ്രായമായ ആളുകൾ ഉണ്ടാകും. പക്ഷെ അവർക്ക് പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നിന്ന് പോരാൻ കഴിയില്ല, വീട്ടിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള വീടുകളിൽ അടക്കം ലൈബ്രറി പ്രവർത്തകർ കയറി ചെല്ലുന്നു. അവർക്ക് പുസ്തകം അവിടെ എത്തിച്ചു കൊടുക്കുന്നു. വായന കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കുന്നു. അങ്ങനെ അവരെയടക്കം മെമ്പർഷിപ്പ് ചേർത്തുകൊണ്ട് വായനശാലയുടെ പ്രവർത്തന വിസ്തൃതി വ്യാപകമാക്കുന്ന വലിയൊരു പരിപാടി കൂടി ലൈബ്രറി കൗൺസിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 51 വായനശാലകൾ ഇന്ന് നമ്മുടെ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. 51 വായനശാലകൾ മഹാഭൂരിപക്ഷവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഒരു അലവൻസ് കൂടി ഭാവിയിൽ നൽകത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ വായന വ്യാപിപ്പിക്കാൻ, വായനയുടെ മഹത്വം നമ്മുടെ പൂർവികരുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മഹാന്മാർ, നമ്മുടെ രാജ്യത്തെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും പ്രധാന പ്രവർത്തകർ, മന്ത്രിമാർ, KR നാരായണനെ പോലെയുള്ള പ്രസിഡന്റുമാർ, ഇവരൊക്കെ തന്നെ വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ മേഖലകളൊക്കെ തന്നെ ശോഭിക്കാനും ഉയർന്നു വരുവാനും ഇടയായത് എന്ന കാര്യം
നല്ലവണ്ണം ഓർക്കേണ്ടതുണ്ട്. വായന ഇല്ലായ്മ ചെയ്യുക, കുറവ് വരിക എന്നതിനർത്ഥം ഈ രാജ്യത്തിന്റെ ഈ കേരള സമൂഹത്തിന്റെ പ്രവർത്തനം പുറകോട്ട് പോകുക എന്നുള്ളതാണ്. അത് അനീതി ഉച്ചനീചത്വങ്ങളിലേക്ക് പോകും, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകും, അനാചാരങ്ങളിലേക്ക് പോകും. കഴിഞ്ഞ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന, സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ വൃത്തികെട്ട രീതികളും ആവർത്തിക്കുന്നതിലേക്ക് പോകും. നാം പുറകോട്ട് നടക്കുന്ന രീതിയിലേക്ക് പോകും. അത് വായനയുടെ കുറവ് മൂലം ചില കോണുകളിൽ ഇന്നത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വർഗീയമായി ചിന്തിക്കുന്നവരായി ജനത മാറും. അങ്ങനെ വർഗീയത, മതം, ആ മതം വർഗീയതയായി മാറും. മതം ആവശ്യമാണ്. മതത്തിൽ വർഗീയതയാവുമ്പോഴാണ് മനുഷ്യന് അസഹനീയമായ സാഹചര്യം ഉണ്ടാകുന്നത്, കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നത്. ഒരു പാകിസ്ഥാനെ പോലെ, ഒരു ബംഗ്ലാദേശിനെ പോലെ, ഒരു അഫ്ഗാനിസ്ഥാനെ പോലെ, അങ്ങനെ നിരവധിയായ മതരാഷ്ട്രങ്ങളെ പോലെയുള്ള അസ്വസ്ഥബാധിത പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടത്തെയല്ല നമുക്ക് ആവശ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന ഉള്ള ഭരണഘടനയാണ് നമുക്ക് ആവശ്യം. ആ ഭരണഘടനയാണ് രാജ്യത്ത് പ്രാവർത്തികമാക്കേണ്ടത്. അതിനു കൂടി ഈ പ്രവർത്തനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നീതുവിനെ പോകുന്ന രംഗത്ത് കൂടുതൽ ശോഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയ ലൈബ്രറികൾ കൂടുതൽ പ്രവർത്തന ഏറ്റെടുക്കാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഈ പരിപാടി ഞങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. അടുത്തത് ആശംസകളാണ്. ആശംസ പറയാൻ വേണ്ടി ലൈബ്രറിയുടെ മുൻ പ്രസിഡന്റും ഈ ലൈബ്രറിയുടെ നേതൃത്വമായി പ്രവർത്തിച്ചിരുന്ന കെ ഭാസ്കരനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുക. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ സതീഷ് കുമാർ, അതുപോലെ തന്നെ ഈ യാത്രാ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രാജാച്ചരൻ, അതുപോലെ തന്നെ ഈ പരിപാടിയുമായി ഈ വായനശാലയായ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. രണ്ടേഷിന്റെ ചരിത്രത്തിൽ ഇന്ന് ഒരാൾക്കും തന്നെ യാത്രയ്ക്ക് പരിപാടി നടത്തുക എന്നുള്ള ഒരു കർമ്മം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയ്ക്ക് പരിപാടി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലൈബ്രറിയിൽ മാത്രമല്ല, ലൈബ്രറിയിൽ എന്ന നിലയിൽ മാത്രമല്ല, പുറത്തും അതുപോലെ തന്നെ ബന്ധപ്പെടാൻ കഴിയുന്ന എല്ലാ വേദികളിലും വർണ്ണശബളമായ പെരുമാറ്റ രീതി പുലർത്തിക്കൊണ്ട് എല്ലാ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നതിനും പരസ്പരം ബഹുമാനത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇത് വളരെ സത്യസന്ധമായ പ്രവർത്തന ശൈലി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ താലൂക്കിലെ കീഴിലുള്ള എല്ലാ ലൈബ്രറികളിൽ നിന്നും വരുന്ന വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ പൊതുപ്രവർത്തനങ്ങളുമായിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ പൊതു പ്രവർത്തന രംഗത്തും അവരുടെ ആ പ്രവർത്തന ശൈലി നിരവധിയായ വ്യക്തികളുടെ സ്നേഹം സംബന്ധിക്കാൻ കഴിയും എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ഇത്തരത്തിലൊരു ശൈലിയിൽ കൂടെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു പോകാൻ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് രമേശ് ലൈബ്രറിയിലായി പ്രവർത്തിക്കുന്ന ഐശ്വര്യം ആ സ്ഥിതിവിശേഷത്തിലേക്ക് ഉയർന്നു വരട്ടെ എന്ന ആശംസ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അടുത്തതായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്
സജിത ഫ്രാൻസിസിനെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മുടെ നീതു ഇവിടെ ലൈബ്രറിയനായിട്ട് ഇരുന്നത് നല്ലൊരു പ്രവർത്തനമായിട്ട് ഇവിടെ ലൈബ്രറിയിൽ കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ ഇനി ആളതൊന്ന് മാറി വിരമിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ഒത്തിരി വിഷമമായി. കാരണം വെച്ചാൽ ഇതിനു മുമ്പ് നമുക്ക് കിട്ടുന്നത് വിരമിക്കുക, അതിനുള്ള പ്രായം നാൾക്ക് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഭാഗമായിരുന്നു നിൽക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ നീതുവിന് എല്ലാവരുടെ ആശംസകളും, അതുകൂടാതെ ആ പുതിയ ലൈബ്രറിയിൽ വരുന്ന ആ ഐശ്വര്യക്കും എല്ലാവരും ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പുതിയ ലൈബ്രറിനെ പരിചയപ്പെടുത്തുക അടുത്തതായിട്ട് നീതുവിന് ഉപകാര സമർപ്പണമാണ്. ഉപകാരം സമർപ്പിക്കുന്നത് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായ ശ്രീ കെ രാമചന്ദ്രനാണ്. കെ രാമചന്ദ്രനെ അതിനോട് വിളിച്ചു കൊടുക്കുന്നു. അത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി നീതുവിനെയും ക്ഷണിക്കുന്നു. പുതിയ ആളെ പരിചയപ്പെടുത്താവുന്ന കൗൺസിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നീതുവിൻ്റെ പ്രവർത്തനമാണ്. നമുക്കറിയാം, നമ്മുടെ ലൈബ്രറി ഗ്രേഡ് താഴ്ന്നു പോയപ്പോഴും ആ ഗ്രേഡ് ഉയർത്താൻ വേണ്ടത് ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാം. നീതുവിന് വേണ്ടി ഒരു ക്ലാപ്പ് കൊടുക്കാം.